പ്രിയ നിറഞ്ഞവരെ, ബൈബിൾ പഠന പാരായണത്തിൻ്റെ 89-ാം ദിനത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിചിന്തനത്തിനായി നമ്മൾ എടുക്കുന്ന വചനഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 1, 2, 3 അധ്യായങ്ങൾ, റൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം, 133-ാം സങ്കീർത്തനം. കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ച് വാസമുറപ്പിച്ച ഇസ്രായേൽ ഗോത്രങ്ങളെ ബാഹ്യ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ജോഷുവയുടെ മരണശേഷം സാവൂളിൻ്റെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ നിയുക്തരായവരാണ് ന്യായാധിപന്മാർ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 12 ന്യായാധിപന്മാരുടെ ചരിത്രമാണ് വിവരിക്കുന്നത്. ഇവർ ന്യായപാലകരായിട്ടല്ല, യുദ്ധവീരന്മാരായിട്ടാണ് ഈ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. ഈ 12 ന്യായാധിപന്മാർ ഒത്നിയേൽ, ഏഹൂദ്, ഷംഗാർ, ദബോറ ബാറക്, ഗിദയോൻ, തോല, ജായിർ, ജഫ്ത, ഇബ്സാൻ, ഏലോൺ, അബ്ദോൻ, സാംസൺ, ഇങ്ങനെ 12 ന്യായാധിപന്മാരുടെ ചരിത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചതിന് ശേഷം വിവിധ ഗോത്രങ്ങൾ അവിടെയുണ്ടായിരുന്ന വിജാതീയരായ മനുഷ്യരെ, ദേശക്കാരെ കർത്താവിൻ്റെ സഹായത്താൽ പരാജയപ്പെടുത്തുന്ന സംഭവങ്ങളാണ് വിവരിക്കുന്നത്. യൂദാ ഗോത്രവും ശിമിയോൻ ഗോത്രവും കൂടി അവിടെയുണ്ടായിരുന്ന കാനാനിരെയും പെരീസ്യരെയും പരാജയപ്പെടുത്തുന്നു. ജോസഫ് ഗോത്രമാകട്ടെ ബഥേൽ പിടിച്ചടക്കുന്നു, അമോര്യരെ തോൽപ്പിക്കുന്നു. അങ്ങനെ വിവിധ ഗോത്രങ്ങൾ കർത്താവിൻ്റെ സഹായത്താൽ അവിടെയുണ്ടായിരുന്ന വിദേശികളായ ജനതകളെ കീഴടക്കി അവരെയെല്ലാം അടിമകളാക്കി മാറ്റുന്നു. പ്രത്യേകമായി 1-ാം അധ്യായത്തിൽ ആവർത്തിച്ചു വരുന്ന ഒരു സന്ദേശം ഇതാണ്: ഈ ഗോത്രങ്ങളെല്ലാം തന്നെ വിജയം വരിക്കുന്നത് കർത്താവിൻ്റെ സഹായത്താലാണെന്ന് അടിവരയിട്ട് ഈ വചനഭാഗങ്ങൾ നമ്മോട് വിവരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ശത്രുക്കളെ അതിജീവിക്കുവാനായി നമുക്ക് സാധിക്കുക മനുഷ്യരുടെ സഹായത്തേക്കാൾ ഉപരിയായി കർത്താവിൻ്റെ സഹായത്തിനായി നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് നമ്മെ എല്ലാ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും മോചിപ്പിച്ച് നമുക്ക് വിജയം നൽകുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ബോക്കിമിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ കൊടുക്കുന്ന മുന്നറിയിപ്പും ജോഷുവയുടെ മരണവും അതിനുശേഷം കടന്നു വന്ന പുതിയ ജനത വിഗ്രഹാരാധന നടത്തുന്നതും ബാൽ ദേവന്മാരെ സേവിക്കുന്നതുമായ സംഭവങ്ങളാണ് വിവരിക്കുന്നത്. ബോക്കിമിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ഇസ്രായേൽ ജനത്തിനൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. കാനാൻ ദേശത്തുള്ള സകല വിജാതീയ മനുഷ്യരെയും തോൽപ്പിച്ചോടിക്കുമ്പോൾ അവരുടെ ബലിപീഠങ്ങൾ നശിപ്പിക്കണമെന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകി. പക്ഷേ ഇസ്രായേൽ ജനം അതനുസരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ ദേവന്മാരുടെ പ്രതിഷ്ഠകർ അവർക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുമെന്നും ഈ ദേശവാസികളെല്ലാവരും പിന്നീട് ഇസ്രായേൽ ജനതയുടെ ശത്രുക്കളായി തീരുമെന്നുമുള്ള ഒരു മുന്നറിയിപ്പാണ് കർത്താവിൻ്റെ ദൂതൻ കൊടുക്കുന്നത്. ഇത് കേട്ട ഇസ്രായേൽ ജനം ഉടനെ വളരെ സങ്കടത്താൽ കരയുന്നു. ആ കരച്ചിൽ നടത്തിയ സ്ഥലത്തിന് അവർ ബോക്കിം എന്ന് പേരിടുന്നു. ബോക്കിം എന്ന സ്ഥലത്ത് അവർ ഒരു ബലിപീഠം പണിത് കർത്താവിന് ബലിയർപ്പിച്ചു. 110-ാമത്തെ വയസ്സിൽ ജോഷുവ മരിക്കുന്നു. ജോഷുവയുടെ മരണത്തിന് ശേഷം ജോഷുവയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ തലമുറയിലെ എല്ലാ ഇസ്രായേൽ ജനതയും മരണമടഞ്ഞ് പുതിയൊരു തലമുറ കടന്നു വരുന്നു. ഈ തലമുറയാകട്ടെ കർത്താവ് ഇസ്രായേലിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത ഒരു തലമുറയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും പ്രതിഷ്ഠിച്ച് സേവിച്ച് കർത്താവിനെ പ്രകോപിപ്പിച്ചു. കർത്താവിൻ്റെ കോപം അവരുടെ മേൽ വന്നു. ഇസ്രായേൽ ജനതയെ കർത്താവ് കവർച്ചക്കാർക്ക് വിട്ടുകൊടുത്തു.
കവർച്ചക്കാർക്ക് അടിമകളായിരുന്നപ്പോൾ അവർ കർത്താവിനെ ഓർമ്മിച്ച് ഉച്ചത്തിൽ അവിടുത്തെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഈ ശത്രുക്കളുടെ കൈകളിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി കർത്താവ് ന്യായാധിപന്മാരെ നിയോഗിക്കുകയാണ്. ഈ ന്യായാധിപന്മാരുടെ ഓരോ പ്രവർത്തനങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നതുകൊണ്ട് ശത്രുക്കളിൽ നിന്നെല്ലാം അവരെ രക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നു. അവർ കർത്താവിന് മുമ്പിൽ ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞപ്പോൾ കർത്താവിന് അവരുടെ മേൽ അനുകമ്പ തോന്നിയത് കൊണ്ടാണ് ന്യായാധിപന്മാരെ കർത്താവ് നിയോഗിക്കുന്നത്. പ്രിയ നിറഞ്ഞവരെ, 2-ാം അധ്യായത്തിൽ നമ്മുടെ ജീവിതത്തിൽ എത്രയെല്ലാം ബലഹീനതകളിലൂടെ നമ്മൾ കടന്നു പോയാലും നമ്മുടെ തെറ്റുകളെ ഓർത്ത്, തിന്മകളെ ഓർത്ത് നിലവിളിച്ച് കർത്താവിനോട് മാപ്പപേക്ഷിക്കുമ്പോൾ നമ്മുടെ അസ്വസ്ഥതകളിൽ നിന്നും, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷിക്കുവാനായി അവിടുന്ന് ഓരോരുത്തരെയും നിയോഗിക്കുന്നു. വ്യക്തികളെയാകാം, സാഹചര്യങ്ങളെയാകാം, സംഭവങ്ങളെയാകാം ദൈവം നിയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കർത്താവിന് മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമ്മോട് അനുകമ്പയും ദയയും കാണിച്ച് നമ്മെ രക്ഷയുടെ വഴിയിലൂടെ നടത്തുന്ന ഒരു ദൈവമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഒത്നിയേൽ, ഏഹൂദ്, ഷംഗാർ എന്നീ 3 ന്യായാധിപന്മാരുടെ ചരിത്രമാണ് വിവരിക്കുന്നത്. ഇസ്രായേൽ ജനത അന്യദേവന്മാരെ സേവിച്ച് കർത്താവിനെ പ്രകോപിപ്പിച്ചപ്പോൾ കർത്താവ് ഈ ജനതയെ മെസോപ്പൊട്ടോമിയ രാജാവിനെ ഏൽപ്പിക്കുന്നു. മെസോപ്പൊട്ടോമിയ രാജാവിൻ്റെ കീഴിൽ 8 വർഷം ഇസ്രായേൽ ജനത അടിമവേല ചെയ്തപ്പോൾ അവർ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്നു. ആ സമയത്ത് കാലെബിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ ഒത്നിയേലിനെ അവർക്ക് ന്യായാധിപനായി, വിമോചകനായി കർത്താവ് നിയോഗിക്കുന്നു. ഒത്നിയേൽ അവരെ ആ രാജാവിൻ്റെ കൈകളിൽ നിന്നും രക്ഷിച്ച് 40 വർഷക്കാലം ദേശത്ത് ശാന്തി നിലനിൽക്കുവാൻ ഒത്നിയേലിൻ്റെ ന്യായപാലനത്തിലൂടെ സാധിച്ചു. അതിനുശേഷം ഒത്നിയേൽ മരിച്ചു. തുടർന്ന് ഇസ്രായേൽ ജനത വീണ്ടും കർത്താവിനെതിരെ തിന്മകൾ ചെയ്യുന്നു. തിന്മകൾ ചെയ്തവരെ 18 വർഷത്തേക്ക് കർത്താവ് മോബ് രാജാവിൻ്റെ അടിമകളാക്കി മാറ്റുന്നു. വീണ്ടും അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവർക്ക് ന്യായാധിപനായി ഏഹൂദിനെ കർത്താവ് നിയോഗിക്കുന്നു. ഏഹൂദ് അവരെ രക്ഷിച്ച് 80 വർഷക്കാലം ആ ദേശത്ത് ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നു. വീണ്ടും തിന്മ പ്രവർത്തിച്ചപ്പോൾ ഷംഗാർ എന്ന് പറയുന്ന ന്യായാധിപനെ നിയോഗിച്ച് കർത്താവ് അവരെ രക്ഷിക്കുന്ന ചരിത്രമാണ് നമ്മൾ 3-ാം അധ്യായത്തിൽ വായിച്ച് ധ്യാനിക്കുന്നത്. പ്രിയ നിറഞ്ഞവരെ, 3-ാം അധ്യായത്തിൽ ഈ ന്യായാധിപന്മാരുടെ ചരിത്രം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്ദേശം ഇതാണ്: എപ്പോഴൊക്കെ ഇസ്രായേൽ ജനത തിന്മ ചെയ്യുന്നുവോ, കർത്താവിനെതിരെ അവർ പ്രവർത്തിക്കുന്നുവോ, അവിടുത്തെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും കൽപ്പനകൾക്കും എതിരായി അവിശ്വസ്തയോടെ വർത്തിക്കുന്നുവോ, അപ്പോഴൊക്കെ അവർ അടിമകളായിത്തീരുന്നു. വിദേശ രാജാക്കന്മാരുടെ അടിമകളായിത്തീരുന്നു. അടിമകളായിത്തീരുന്ന ആ സമയത്ത് അവർ തങ്ങളുടെ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ, നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം തന്നെ ഇതാ കർത്താവ് രക്ഷിക്കാനായി ന്യായാധിപന്മാരെ അവർക്ക് നൽകുന്നു. നമ്മുടെ ജീവിതത്തിലും തിന്മയുടെ അടിമത്തത്തിലായിരിക്കുമ്പോൾ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ, കരയാൻ മനസ്സ് കാണിച്ചാൽ അവിടുന്ന് നമ്മെ അതിൽ നിന്നും മോചിപ്പിച്ച് രക്ഷയുടെ അനുഭവം സ്വന്തമാക്കാൻ സഹായിക്കുന്നു. ന്യായാധിപന്മാരുടെ ഈ 3 അധ്യായങ്ങളിലും നമ്മൾ കാണുന്ന സന്ദേശം ഇത് തന്നെയാണ്. യഹൂദ വംശജയല്ലാത്തവളും മോവാബ്യയുമായ റൂത്ത് എന്ന ഒരു സ്ത്രീയുടെ പേരിൽ പഴയ നിയമത്തിലെ ഒരു പുസ്തകം അറിയപ്പെടുന്നു. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ് എന്ന് ഇത് സൂചിപ്പിക്കുന്നു. പ്രിയ നിറഞ്ഞവരെ,
റൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായപ്പോൾ ബെത്ലഹേമിൽ നിന്ന് എലിമെലക്കും കുടുംബവും മോവാബിൽ ചെന്ന് പാർക്കുന്നു. മോവാബിൽ ചെന്ന് പാർത്ത ആ കുടുംബത്തിൽ ഭാര്യ നവോമി, മക്കളായ മഹലോനും കിലിയോനും മോവാബ്യ സ്ത്രീകളായ ഓർഫയെയും റൂത്തിനെയും വിവാഹം കഴിക്കുന്നു. ഏകദേശം ഒരു 10 വർഷക്കാലത്തെ അവരുടെ ജീവിതത്തിന് ശേഷം എലിമെലക്ക് അന്തരിക്കുന്നു. മക്കൾ 2 പേരും മരിക്കുന്നു. നവോമിയും മരുമക്കളും മാത്രമായി മാറുന്നു. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ടപ്പോൾ നവോമി മോവാബിൽ നിന്നും ജെറൂസലേമിലേക്ക് തൻ്റെ മരുമക്കളോടുകൂടി യാത്ര തിരിക്കുന്നു. യൂദയായിലേക്കുള്ള വഴിയിൽ നവോമി മരുമക്കളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മാതൃഭവനങ്ങളിലേക്ക് തിരിച്ചു പോവുക. മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു. ദൈവം നിങ്ങളോട് കരുണ കാണിക്കട്ടെ. നിങ്ങൾ വീണ്ടും വിവാഹം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് നവോമി പങ്കുവയ്ക്കുമ്പോൾ ഓർഫ മാത്രം അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങുന്നു. റൂത്ത് നവോമിയെ വിട്ടുപിരിയാതെ നിൽക്കുന്നു. റൂത്ത് നവോമിയോട് പറയുന്നു, അമ്മയുടെ ബന്ധുക്കളാണ് എൻ്റെ ബന്ധുക്കൾ, അമ്മയുടെ ദൈവമാണ് എൻ്റെ ദൈവം. തന്നെ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ നവോമി റൂത്തിനെ പിന്നീട് നിർബന്ധിക്കുന്നില്ല. തൻ്റെ മരുമകളോടുകൂടി നവോമി ബെത്ലഹേമിലെത്തിയത് ബാർലി കൊയ്ത്തിൻ്റെ സമയമായപ്പോഴാണ്. ഇത്രയും സംഭവങ്ങളാണ് റൂത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. വളരെ വ്യക്തമായി 1-ാം അധ്യായത്തിൽ നവോമിയുടെ ചില വാക്കുകൾ നമുക്ക് ധ്യാനിക്കാം. ദൈവം കരുണ കാണിക്കുന്നവനാണ്. നമ്മൾ കൂടെയുള്ളവരോട് കരുണയോടെ പെരുമാറാനായിട്ട് മനസ്സ് കാണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കരുണയായി ദൈവം കടന്നു വരുമെന്ന് നവോമി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 133-ാം സങ്കീർത്തനത്തിൽ സഹോദരരുടെ ഐക്യത്തെ വിവരിക്കുന്നു. സഹോദരർ ഏകമനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നത് എത്ര സന്തോഷവും വിശിഷ്ടവുമാണ്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നതെന്ന് സങ്കീർത്തകൻ ഉദ്ഘോഷിക്കുന്നു. പ്രിയ നിറഞ്ഞവരെ, ഈ സങ്കീർത്തന വാക്യങ്ങളിലൂടെ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യത്തെ ദൈവം എന്തുമാത്രം വിലമതിക്കുന്നു, അവിടുത്തെ സമൃദ്ധമായ കൃപയും അനുഗ്രഹവുമൊക്കെ വർഷിക്കപ്പെടുന്ന, ജീവനും വർഷിക്കപ്പെടുന്ന ഇടമാണ് ഈ ഐക്യമെന്ന് ഇതാ സങ്കീർത്തകൻ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. അധ്യായം 1. ജോഷ്വയുടെ മരണത്തിനു ശേഷം കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം കർത്താവിന്റെ സന്നിധിയിൽ ആരാഞ്ഞു. കർത്താവ് പറഞ്ഞു, യൂദാ ആദ്യം പോകട്ടെ. ഇതാ, ഞാൻ ആ ദേശം അവനേൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. യൂദ സഹോദരനായ ശിമെയോനോട് പറഞ്ഞു, എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് എന്നോടുകൂടെ വരിക. കാനാന്യരോട് നമുക്ക് പോരാടാം. നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേശത്തേക്ക് ഞാനും നിന്നോടുകൂടെ പോരാം. ശിമെയോൻ അവനോടുകൂടെ പുറപ്പെട്ടു. യൂദ യുദ്ധം ചെയ്തു. ദൈവം കാനാന്യരെയും പെരീസ്യരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ 10,000 പേരെ ബസേക്കിൽ വെച്ച് പരാജയപ്പെടുത്തി. ബസേക്കിൽ വെച്ച് അദോണി ബസേക്കിനോട് അവർ യുദ്ധം ചെയ്തു. കാനാന്യരെയും പെരീസ്യരെയും പരാജയപ്പെടുത്തി. അദോണി ബസേക്ക് പലായനം ചെയ്തു. അവർ പിന്തുടർന്ന് അവനെ പിടിച്ച് കൈകാലുകളുടെ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞു. അദോണി ബസേക്ക് പറഞ്ഞു, കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട 70 രാജാക്കന്മാർ എന്റെ മേശയ്ക്ക് കീഴിലെ ഉച്ഛിഷ്ടം പെറുക്കി തിന്നിരുന്നു. ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോടും ചെയ്തിരിക്കുന്നു. അവർ അവനെ ജെറുസലേമിൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് അവൻ മരിച്ചു.
യൂദാ ഗോത്രക്കാർ ജെറുസലേമിന് എതിരായി യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി. അതിലെ നിവാസികളെ വാളിനിരയാക്കുകയും നഗരത്തിന് തീവയ്ക്കുകയും ചെയ്തു. അതിനുശേഷം യൂദാ ഗോത്രം നെഗബിൽ മലയോരങ്ങളിലും താഴ്വരകളിലും താമസിച്ചിരുന്ന കാനാന്യരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ഹെബ്രോണിൽ താമസിച്ചിരുന്ന കാനാന്യരോട് അവർ യുദ്ധം ചെയ്തു. ഹെബ്രോൺ പണ്ട് കിരിയാത്ത് അർബ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവർ ഷെഷായി, അഹിമാൻ, തൽമായി എന്നിവരെ പരാജയപ്പെടുത്തി. പിന്നീട് അവർ ദബീർ ദേശക്കാരോട് യുദ്ധം ചെയ്തു. ദബീറിന്റെ പഴയ പേര് കിരിയാത്ത് സേഫർ എന്നായിരുന്നു. കാലബ് പറഞ്ഞു, കിരിയാത്ത് സേഫർ ആക്രമിച്ച് കീഴടക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സായെ ഭാര്യയായി നൽകും. കാലബിന്റെ ഇളയ സഹോദരനായ കെനാസിന്റെ പുത്രൻ ഒത്നിയേൽ ദേശം പിടിച്ചടക്കി. കാലബ് അക്സായെ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു. അവൾ ഒത്നിയേലിന്റെ അടുത്ത് ചെന്ന് തന്റെ പിതാവിനോട് ഒരു വയൽ ആവശ്യപ്പെടാൻ അവനെ നിർബന്ധിച്ചു. അവൾ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങവേ കാലബ് അവളോട് ചോദിച്ചു, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അവൾ പറഞ്ഞു, എനിക്ക് ഒരു സമ്മാനം തരിക. നെഗബിലാണല്ലോ എന്നെ പാർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏതാനും നീർച്ചാലുകളും എനിക്ക് തരിക. കാലബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീർച്ചാലുകൾ വിട്ടുകൊടുത്തു. മോശയുടെ അമ്മായിയപ്പനായ കേന്യന്റെ പിൻഗാമികൾ യൂദാ ഗോത്രക്കാരോടുകൂടെ ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന് നെഗബിൽ ആരാധന സമീപമുള്ള യൂദാ മരുഭൂമിയിലേക്ക് പോയി. അവർ അവിടെയെത്തി അവിടുത്തെ ജനങ്ങളോടൊത്ത് ജീവിച്ചു. അതിനുശേഷം യൂദാ സഹോദരനായ ശിമയോനോടൊത്ത് പുറപ്പെട്ടു. സേഫാത്ത് നിവാസികളായ കാനാന്യരെ പരാജയപ്പെടുത്തി നിശേഷം നശിപ്പിച്ചു. അങ്ങനെ ആ പട്ടണത്തിന് ഹോർമ എന്നു പേര് ലഭിച്ചു. ഗാസ, അഷ്കലോൺ, എക്രോൺ എന്നിവയും അവയുടെ പ്രാന്തപ്രദേശങ്ങളും യൂദാ കൈവശപ്പെടുത്തി. കർത്താവ് യൂദായോടുകൂടി ഉണ്ടായിരുന്നു. അവർ മലമ്പ്രദേശങ്ങൾ കൈവശമാക്കി. പക്ഷേ താഴ്വര നിവാസികൾക്ക് ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അവരെ തുരത്താൻ അവർക്ക് കഴിഞ്ഞില്ല. മോശ പറഞ്ഞിരുന്നതുപോലെ ഹെബ്രോൺ കാലബിന് കൊടുത്തു. അവിടെ നിന്ന് അനാക്കിന്റെ 3 പുത്രന്മാരെ അവൻ പുറത്താക്കി. ബെഞ്ചമിന്റെ ഗോത്രക്കാർ ജെറുസലേം നിവാസികളായ ജബൂസ്യരെ പുറത്താക്കിയില്ല. അതിനാൽ ജബൂസ്യർ ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം ജെറുസലേമിൽ ഇന്നും താമസിക്കുന്നു. ജോസഫിന്റെ ഗോത്രം ബഥേലിനെതിരെ പുറപ്പെട്ടു. കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവർ ബഥേൽ ഒറ്റുനോക്കാൻ ആളയച്ചു. ലൂസ് എന്നാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത്. നഗരത്തിൽ നിന്ന് ഒരാൾ വെളിയിലേക്ക് വരുന്നത് ചാരന്മാർ കണ്ടു. അവർ അവനോട് പറഞ്ഞു, നഗരത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരിക. എങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നിന്നോട് ദയാപൂർവം വർത്തിക്കും. അവൻ അവർക്ക് നഗരത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. അവർ നഗരത്തെ വാളിനിരയാക്കി. എന്നാൽ അവനെയും അവന്റെ കുടുംബത്തെയും വെറുതെ വിട്ടു. അവൻ ഹിത്യരുടെ നാട്ടിൽ ചെന്ന് അവിടെ ഒരു നഗരം പണിതു. ലൂസ് എന്ന് അതിന് പേരിട്ടു. ഇന്നും ആ പേരിൽ അതറിയപ്പെടുന്നു. ബേത്ഷയാൻ, താനാക്ക്, ദോർ, ഇബ്ലയാം, മെഗിദോ എന്നീ പട്ടണങ്ങളിലെയും അവയുടെ ഗ്രാമങ്ങളിലെയും നിവാസികളെ മനാസെ പുറത്താക്കിയില്ല. കാനാന്യർ ആ ദേശത്ത് തുടർന്നും ജീവിച്ചു പോന്നു. ഇസ്രായേൽക്കാർ പ്രബലരായപ്പോൾ കാനാൻകാരെ കൊണ്ട് അടിമവേല ചെയ്യിച്ചു. അവരെ തീർത്തും പുറത്താക്കിയില്ല. എഫ്രായിം ഗോത്രം ഗസ്സർ നിവാസികളായ കാനാന്യരെ പുറത്താക്കിയില്ല. അതുകൊണ്ട് കാനാൻകാർ ഗസ്സറിൽ അവരുടെ ഇടയിൽ താമസിച്ചു. സെബുലൂൺ ഗോത്രം കിത്രോൻ, നഹലോൽ എന്നീ നഗരങ്ങളിലെ നിവാസികളെ പുറത്താക്കിയില്ല. കാനാൻകാർ അടിമകളായി അവരുടെ ഇടയിൽ ജീവിച്ചു. അക്കോ, സീദോൻ, അഹലാബ്, അക്സിബ്, ഹെർബ, അഫീഖ്, റഹോബ് ഇവിടങ്ങളിലെ നിവാസികളെ ആഷേർ പുറത്താക്കിയില്ല. അങ്ങനെ ആഷേർ ഗോത്രക്കാർ തദ്ദേശവാസികളായ കാനാന്യരുടെ ഇടയിൽ ജീവിച്ചു. ബേത്ത്ശെമെഷിലെയോ ബേത്തനാത്തിലെയോ നിവാസികളെ നഫ്താലി ഗോത്രം പുറത്താക്കിയില്ല. അവർ തദ്ദേശവാസികളായ കാനാൻകാരുടെ ഇടയിൽ താമസിച്ചു. ബേത്ത്ശെമെഷിലെയും ബേത്തനാത്തിലെയും നിവാസികൾ അവർക്ക് അടിമകളായി തീർന്നു. അമോര്യർ ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടു. താഴ്വരയിലേക്ക് നീങ്ങുന്നതിന് അവരെ അനുവദിച്ചില്ല. അമോര്യർ ഹാർഹെറസിലും അയ്യാലോണിലും ഷാൽബീമിലും താമസം തുടർന്നു. എന്നാൽ ജോസഫിന്റെ ഗോത്രം അവരുടെ മേൽ ശക്തിപ്പെട്ടു. അവർ അടിമകളായി തീർന്നു. അമോര്യരുടെ അതിർത്തി സേല മുതൽ മുകളിലേക്ക് അക്രാബീം കയറ്റം വരെ ആയിരുന്നു. അധ്യായം 2.
കർത്താവിൻ്റെ ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോക്കിമിലേക്ക് ചെന്നു. അവൻ പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങളോട് ചെയ്ത ഉടമ്പടി ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഈ ദേശവാസികളുമായി യാതൊരു സഖ്യവും നിങ്ങൾ ചെയ്യരുതെന്നും അവരുടെ ബലിപീഠങ്ങളെ നശിപ്പിച്ചു കളയണമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിച്ചില്ല. നിങ്ങൾ ഈ ചെയ്തതെന്താണ്? അതിനാൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാൻ അവരെ പുറത്താക്കുകയില്ല. അവർ നിങ്ങളുടെ എതിരാളികളായിത്തീരും. അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയാവുകയും ചെയ്യും. കർത്താവിൻ്റെ ദൂതൻ ഇത് അറിയിച്ചപ്പോൾ ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞു. അവർ ആ സ്ഥലത്തിന് ബോക്കിം എന്നു പേരിട്ടു. അവർ അവിടെ കർത്താവിന് ബലിയർപ്പിച്ചു. ജോഷുവ ഇസ്രായേൽ ജനത്തെ പറഞ്ഞയച്ചു. അവർ ഓരോരുത്തരും തങ്ങൾക്ക് അവകാശമായി ലഭിച്ച ദേശം കൈവശമാക്കാൻ പോയി. ജോഷുവയുടെയും കർത്താവ് ഇസ്രായേലിന് ചെയ്ത വലിയ കാര്യങ്ങൾ നേരിട്ട് കാണുകയും ജോഷുവയ്ക്ക് ശേഷവും ജീവിച്ചിരിക്കുകയും ചെയ്ത ശ്രേഷ്ഠന്മാരുടെയും കാലത്ത് ജനം കർത്താവിനെ സേവിച്ചു. കർത്താവിൻ്റെ ദാസനും നൂനിന്റെ മകനുമായ ജോഷുവ 110 വയസ്സിൽ മരിച്ചു. അവനെ ഗാഷ് പർവ്വതത്തിന് വടക്ക് എഫ്രായിം മലനാട്ടിൽ തിംനാഥ് ഹെറേസിൽ അവന്റെ അവകാശഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ അടക്കി. ആ തലമുറ മുഴുവൻ തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവർക്ക് ശേഷം കർത്താവിനെയോ ഇസ്രായേലിന് അവിടുന്ന് ചെയ്ത വലിയ കാര്യങ്ങളെയോ അറിയാത്ത മറ്റൊരു തലമുറ വന്നു. ഇസ്രായേൽ ജനം കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. ബാൽദേവന്മാരെ സേവിച്ചു. തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ അവർ പോയി അവയ്ക്ക് മുൻപിൽ കുമ്പിട്ടു. അങ്ങനെ അവർ കർത്താവിനെ പ്രകോപിപ്പിച്ചു. അവർ കർത്താവിനെ ഉപേക്ഷിച്ച് ബാൽദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും സേവിച്ചു. ഇസ്രായേലിനെതിരെ കർത്താവിന്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് അവരെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെ കൊള്ളയടിച്ചു. ചുറ്റുമുള്ള ശത്രുക്കളുടെ ആധിപത്യത്തിന് അവരെ വിട്ടുകൊടുത്തു. അവരോട് എതിർത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കർത്താവ് ശപഥം ചെയ്ത് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതുപോലെ ചെന്നിടത്തൊക്കെയും നാശം വരത്തക്ക വിധം കർത്താവിന്റെ കരം അവർക്ക് എതിരായിരുന്നു. അവർ വളരെ കഷ്ടത അനുഭവിച്ചു. അപ്പോൾ കർത്താവ് ന്യായാധിപന്മാരെ നിയമിച്ചു. കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് അവർ അവരെ രക്ഷിച്ചു. എങ്കിലും ന്യായാധിപന്മാരെ അവർ അനുസരിച്ചില്ല. പ്രത്യുത അന്യദേവന്മാരുടെ പുറകെ പോയി അവരെ വന്ദിച്ചു. കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് അവർ വേഗം വ്യതിചലിച്ചു. അവർ അവരെ അനുകരിച്ചില്ല. ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ കർത്താവ് അവർ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കാലത്ത് കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചിരുന്നു. കാരണം തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള അവരുടെ രോദനം കേട്ട് കർത്താവിന് അവരിൽ അനുകമ്പ ജനിച്ചിരുന്നു. എന്നാൽ ന്യായാധിപൻ മരിക്കുമ്പോൾ അവർ വഴിതെറ്റി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളായി ജീവിക്കും. മറ്റു ദേവന്മാരെ സേവിച്ചും നമസ്കരിച്ചും അവരുടെ പിന്നാലെ പോകും. തങ്ങളുടെ ആചാരങ്ങളും മർക്കടമുഷ്ടിയും അവർ ഉപേക്ഷിച്ചില്ല. കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് പറഞ്ഞു, ഈ ജനം അവരുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. എന്റെ വാക്കുകൾ അവർ അനുസരിച്ചില്ല. അതിനാൽ ജോഷുവ മരിക്കുമ്പോൾ അവശേഷിച്ചിരുന്ന ജനതകളെ അവരുടെ മുൻപിൽ നിന്ന് ഞാൻ നീക്കിക്കളയുകയില്ല. അങ്ങനെ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കർത്താവിന്റെ വഴികളിൽ നടക്കാൻ അവർ ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പരീക്ഷിക്കണം. അതുകൊണ്ട് കർത്താവ് ആ ജനതകളെ ഉടനെ നീക്കിക്കളയുകയോ ജോഷുവയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്തില്ല. അധ്യായം 3. കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് കുറെ ജനതകളെ ശേഷിപ്പിച്ചു. ഇസ്രായേൽ തലമുറകളെ യുദ്ധമുറ അഭ്യസിപ്പിക്കാനും പ്രത്യേകിച്ച് യുദ്ധാനുഭവം ഉണ്ടായിട്ടില്ലാത്തവരെ യുദ്ധം പഠിപ്പിക്കാനും വേണ്ടിയാണിത്. ആ ജനതകൾ ഇവരാണ്: ഫിലിസ്തീനയുടെ 5 പ്രഭുക്കന്മാർ, കാനാന്യർ, സിദോന്യർ, ബാൽ ഹർമോൻ മല മുതൽ ഹമാത്തിന്റെ പ്രവേശന കവാടം വരെയുള്ള ലെബനോൻ മലയിൽ താമസിച്ചിരുന്ന ഹിവ്യർ. മോശ വഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെ അവശേഷിപ്പിച്ചത്.
അങ്ങനെ ഇസ്രായേൽ ജനം കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ ഇടയിൽ ജീവിച്ചു. അവരുടെ പുത്രിമാരെ ഇസ്രായേൽക്കാർ വിവാഹം ചെയ്തു. തങ്ങളുടെ പുത്രിമാരെ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഇസ്രായേൽക്കാർ അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും അശേരാ പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിന്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചു. അതിനാൽ കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ മെസൊപ്പൊട്ടാമിയ രാജാവായ കുഷാൻ റിഷാത്തായിമിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. അവനെ അവർ 8 വർഷം സേവിച്ചു. ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചു. കാലെബിന്റെ ഇളയ സഹോദരനായ കെനാസിന്റെ പുത്രൻ ഒത്നിയേലിനെ കർത്താവ് അവർക്ക് വിമോചകനായി നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവൻ ഇസ്രായേലിൽ ന്യായവിധി നടത്തി. അവൻ യുദ്ധത്തിന് പുറപ്പെട്ടു. മെസൊപ്പൊട്ടാമിയ രാജാവായ കുഷാൻ റിഷാത്തായിമിനെ കർത്താവ് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഒത്നിയേൽ അവന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. അങ്ങനെ ദേശത്ത് 40 വർഷം ശാന്തി നിലനിന്നു. അതിനുശേഷം കെനാസിന്റെ മകനായ ഒത്നിയേൽ മരിച്ചു. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. അതിനാൽ അവിടുന്ന് മൊവാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേലിനെതിരെ പ്രബലനാക്കി. അവൻ അമ്മോന്യരെയും അമലേഖ്യരെയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കി. ഇസ്രായേൽ ജനം മൊവാബ് രാജാവായ എഗ്ലോനെ 18 വർഷം സേവിച്ചു. എന്നാൽ ഇസ്രായേൽ ജനത കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് അവർക്ക് ഒരു വിമോചകനെ നൽകി. ബെഞ്ചമിൻ ഗോത്രജനായ ഗേരയുടെ മകനും ഇടത്ത് കയ്യനുമായ യേഹൂദായിരുന്നു അത്. ഇസ്രായേൽ അവൻ വശം മോവാബ് രാജാവായ എഗ്ലോന് കാഴ്ച കൊടുത്തയച്ചു. യേഹൂദ് 1 മുഴം നീളമുള്ള ഇരുവായ്ത്തലവാളുണ്ടാക്കി വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ കെട്ടിവെച്ചു. അവൻ മൊവാബ് രാജാവായ എഗ്ലോന് കാഴ്ച സമർപ്പിച്ചു. എഗ്ലോൻ തടിച്ചു കൊഴുത്ത മനുഷ്യനായിരുന്നു. യേഹൂദ് കാഴ്ച സമർപ്പിച്ചു കഴിഞ്ഞ് ചുമട്ടുകാരെ പറഞ്ഞയച്ചു. എന്നാൽ ഗിൽഗാലിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ അവൻ തിരിഞ്ഞു നടന്ന് രാജാവിന്റെ അടുക്കൽ വന്നു പറഞ്ഞു, അല്ലയോ രാജാവേ, എനിക്ക് അങ്ങയെ ഒരു രഹസ്യ സന്ദേശം അറിയിക്കാനുണ്ട്. രാജാവ് പരിചാരകരോട് പുറത്തു പോകാൻ ആജ്ഞാപിച്ചു. അവർ പോയി. രാജാവ് വേനൽക്കാല വസതിയിൽ ഇരിക്കുകയായിരുന്നു. യേഹൂദ് അടുത്തു വന്നു പറഞ്ഞു, ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട്. അപ്പോൾ അവൻ എഴുന്നേറ്റു നിന്നു. യേഹൂദ് ഇടത്തു കൈകൊണ്ട് വലത്തെ തുടയിൽ നിന്ന് വാൾ വലിച്ചെടുത്ത് അവന്റെ വയറ്റിൽ ശക്തിയായി കുത്തിയിറക്കി. വാളോടൊപ്പം പിടിയും അകത്തു കടന്നു. വാൾ ഊരിയെടുക്കാതിരുന്നതുകൊണ്ട് കൊഴുപ്പ് അതിനെ മൂടി. അനന്തരം യേഹൂദ് പൂമുഖത്തിറങ്ങി അവനെ അകത്തിട്ട് വാതിലടച്ചു പൂട്ടി. അവൻ പോയി കഴിഞ്ഞ് പരിചാരകർ വന്നു. മുറിയുടെ കതകുകൾ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ദിനചര്യയ്ക്ക് രഹസ്യമുറിയിലായിരിക്കുമെന്ന് അവർ വിചാരിച്ചു. അവർ കാത്തിരുന്ന് കുഴഞ്ഞു. എന്നിട്ടും മുറിയുടെ വാതിലുകൾ തുറക്കാതിരുന്നത് കണ്ടപ്പോൾ അവർ താക്കോലെടുത്ത് തുറന്നു. അതാ രാജാവ് തറയിൽ മരിച്ചു കിടക്കുന്നു. അവർ കാത്തിരുന്ന സമയത്ത് യേഹൂദ് ശിലാവിഗ്രഹങ്ങൾക്കപ്പുറമുള്ള സെയ്റായിലേക്ക് രക്ഷപ്പെട്ടു. അവൻ എഫ്രായിം മലമ്പ്രദേശത്ത് എത്തിയപ്പോൾ കാഹളം മുഴക്കി. ഇസ്രായേൽ ജനം മലയിൽ നിന്ന് അവന്റെ നേതൃത്വത്തിൽ താഴേക്കിറങ്ങി. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരിക. കർത്താവ് നിങ്ങളുടെ ശത്രുക്കളായ മൊവാബ്യരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവർ അവന്റെ പിന്നാലെ പോയി മൊവാബിനെതിരെയുള്ള ജോർദാന്റെ കടവുകൾ പിടിച്ചടക്കി. അതിലെ കടന്നുപോകാൻ ഒരുവനെയും അനുവദിച്ചില്ല. ധീരന്മാരും കരുത്തുറ്റവരുമായ 10,000-ഓളം മൊവാബ്യരെ അന്ന് അവർ കൊന്നു. ഒരുവൻ പോലും രക്ഷപ്പെട്ടില്ല. അങ്ങനെ മൊവാബ് ആ ദിവസം ഇസ്രായേലിന് അധീനമായി. 80 വർഷത്തേക്ക് നാട്ടിൽ ശാന്തി നിലനിന്നു. യഹൂദിന്റെ പിൻഗാമിയും അനാത്തിന്റെ പുത്രനുമായ ഷംഗാർ 600 ഫിലിസ്തരെ ചാട്ട കൊണ്ടുകൊന്നു. അവനും ഇസ്രായേലിനെ രക്ഷിച്ചു. അധ്യായം 1. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മൊവാബ് ദേശത്ത് കുടിയേറി പാർത്തു. അവന്റെ പേര് എലിമെലെക്, ഭാര്യ നവോമി, പുത്രന്മാർ മഹ്ലോനും കിലിയോനും. അവർ യൂദായിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്തിരായിരുന്നു. അവർ മൊവാബിൽ താമസമാക്കി. നവോമിയുടെ ഭർത്താവ് എലിമെലെക് മരിച്ചു.
അവളും പുത്രന്മാരും ശേഷിച്ചു. പുത്രന്മാർ ഓർഫ, റൂത്ത് എന്നീ മൊവാബി സ്ത്രീകളെ വിവാഹം ചെയ്തു. 10 വർഷത്തോളം അവർ അവിടെ കഴിഞ്ഞു. അങ്ങനെയിരിക്കെ മഹലോനും കിലിയോനും മരിച്ചു. നവോമിക്ക് ഭർത്താവും പുത്രന്മാരും നഷ്ടപ്പെട്ടു. കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നുവെന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി. അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മരുമക്കളോടുകൂടെ പുറപ്പെട്ട് യൂദായിലേക്കുള്ള വഴിയിലെത്തി. അപ്പോൾ നവോമി മരുമക്കളോട് പറഞ്ഞു, നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു. കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ. വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൾ അവരെ ചുംബിച്ചു. അവർ പൊട്ടിക്കരഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ പോകുന്നില്ല. അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു. എന്നാൽ നവോമി പറഞ്ഞു, എന്റെ മക്കളെ, നിങ്ങൾ തിരിച്ചു പോകുവിൻ. എന്തിന് എന്നോട് കൂടെ വരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി പുത്രന്മാർ ഉണ്ടാകുമോ? എന്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോകുവിൻ. വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നു. അഥവാ ഈ രാത്രി തന്നെ ഭർത്താവിനെ സ്വീകരിച്ച് പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ തന്നെ അവർക്ക് പ്രായമാകുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുമോ? നിങ്ങൾ വിധവകളായി കഴിയുമോ? ഇല്ല മക്കളെ, കർത്താവിൻ്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു. നിങ്ങളെ പ്രതിയും ഞാൻ അത്യന്തം വ്യസനിക്കേണ്ടി വരും. അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങി. റൂത്ത് അവളെ പിരിയാതെ നിന്നു. നവോമി പറഞ്ഞു, നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ. അവളെപ്പോലെ നീയും പോകുക. റൂത്ത് പറഞ്ഞു, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ. അവൾ തന്നോടുകൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ട് നവോമി അവളെ നിർബന്ധിച്ചില്ല. അവർ ബേത്ലഹേമിൽ എത്തി. പട്ടണം മുഴുവൻ അവരെ കണ്ട് വിസ്മയിച്ചു. ഇത് നവോമിയോ എന്ന് സ്ത്രീകൾ പരസ്പരം ചോദിച്ചു. അവൾ പറഞ്ഞു, എന്നെ നവോമി എന്നല്ല മാറ എന്നാണ് വിളിക്കേണ്ടത്. സർവശക്തൻ എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത്. എല്ലാം തികഞ്ഞവളായി ഞാനിവിടെ നിന്നു പോയി. ഒന്നുമില്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു. കർത്താവ് എന്നെ ഞെരുക്കുകയും സർവശക്തൻ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ നവോമി എന്ന് വിളിക്കുന്നു? അങ്ങനെ നവോമി മൊവാബിൽ നിന്ന് അവിടുത്തുകാരിയായ മരുമകൾ റൂത്തിനോടുകൂടെ തിരിച്ചെത്തി. ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോഴാണ് അവർ ബേത്ലഹേമിൽ എത്തിയത്. സങ്കീർത്തനം 133. കൂട്ടായ്മയുടെ കീർത്തനമാണ് 133 സങ്കീർത്തനം. കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും ഈ സങ്കീർത്തന സാരം ശക്തിപ്പെടട്ടെ. ഒരുമിച്ചു വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. സഹോദരർ ഏകമനസായി ഒരുമിച്ചു വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹരോന്റെ തലയിൽ നിന്നും താടിയിലേക്കിറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ
അഭിഷേക തൈലം പോലെയാണത്. അഹരോന്റെ തലയിൽ നിന്നും താടിയിലേക്കിറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത്. സഹോദരർ ഏകമനസായി ഒരുമിച്ചു വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണത്. അവിടെയാണു കർത്താവ് തന്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തന്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. സഹോദരർ ഏകമനസായി ഒരുമിച്ചു വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്.